ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പം എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ടായാലും ജോഡിന് വേണ്ടിയിട്ടായാലും ജോന് വേണ്ടിയിട്ടായാലും കുറേ അധികം എന്നല്ല, ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പല 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 ബ്രാൻഡുകളിൽ കേട്ടോ. അപ്പം അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി. കാരണം ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഞാൻ വാങ്ങി, ഞാൻ വാഷ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത്. അപ്പം എന്നെപ്പോലെ പല അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല പ്രൊഡക്റ്റുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കൂടെ ഉപകാരപ്പെടുമല്ലോ ഞാനിങ്ങനെ ഒരു റിവ്യൂ കൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജോഡിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ക്ലോത്ത് ഡയപ്പർ, അതുപോലെ ബേബി വൈപ്സ്, ദെൻ നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്, ഇതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞാനൊരു പർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിയത്. ബ്രാൻഡിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലോ. ഓക്കെ, ഈ മൈലോ എന്ന് പറയുമ്പം എനിക്ക് ഫെമിലിയർ ആയത് പല ആൾക്കാരുടെയും റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരുടെ ക്ലോത്ത് ഡയപ്പർ എനിക്ക് വാങ്ങണമായിരുന്നു. ക്ലോത്ത് ഡയപ്പറിലോട്ട് ഞാൻ എത്താൻ തന്നെ എനിക്ക് ആവശ്യത്തിലധികം ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കതറിയാം. അപ്പോൾ ഞാൻ വീണ്ടും വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ അബുദാബിയിലോട്ടൊക്കെ എത്തുന്ന സമയത്താണെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലോത്ത് ഡയപ്പർ തന്നെ മതി എന്ന് കരുതിക്കൊണ്ടാണ്. മാത്രമല്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തില്ല, കുറച്ച് പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചൂടൊക്കെ കാരണം ക്ലോത്ത് ഡയപ്പർ മാത്രമായിട്ടാണ് ഇട്ട് നടക്കുന്നത്. അതിൻ്റെ പുറത്തൊരു പാൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ടോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലത്തൂടെയൊക്കെ കഴിഞ്ഞ് നടക്കാൻ നേരത്തൊക്കെ എന്താവും, അതിൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ പറ്റാം. ചില സമയത്ത് അവൻ്റെ തന്നെ ഭക്ഷണങ്ങളൊക്കെ അതിനകത്തോട്ട് വീണ് അങ്ങനെ ചെളിയും കാര്യങ്ങളും ഒക്കെ ആയി. ചിലപ്പോൾ വെള്ളം കുടിക്കാൻ നേരത്തെ വെള്ളം അതിനകത്തോട്ടൊക്കെ വീട്ടിലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ചിലപ്പോൾ 2-3 ഒക്കെ എനിക്ക് വേണ്ടി വരും. കാരണം ഇതിനകത്ത് ഭക്ഷണങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വൃത്തിയുടെ പരിപാടിയിൽ മാറ്റുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് എക്സ്ട്രയും കൂടെ വാങ്ങണം, അല്ലെങ്കിൽ കാര്യം നടക്കൂല. കാരണം അത്രയ്ക്കുള്ള എണ്ണം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തതെങ്കിൽ ഓക്കെ ആവുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ഒന്നും വാങ്ങണമെന്ന് കരുതി. അപ്പോൾ വാങ്ങുന്നത് എന്തായാലും എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ബ്രാൻഡ് ആവരുത്, വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആയിരിക്കണം. കാരണം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് നോളജ് കിട്ടും. അപ്പം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എളുപ്പമാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വേറെ ബ്രാൻഡിനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ കുറിച്ച് ഞാൻ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് റിവ്യൂ ഞാൻ കാണുന്നത്. അപ്പം പിന്നെ അത് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി കയറിയ സമയത്താണ് നമ്മുടെ ബേബി വൈപ്സും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ബേബി വൈപ്സും ഞാൻ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സും കൂടെ ഞാൻ അവരുടെ ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ട് എന്ന് അറിയാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ മൈലോ എന്ന് പറയുമ്പോൾ തന്നെ മൈലോ ആപ്പ് അതൊരു ആപ്പ് തന്നെയാണ്. ഇവർക്കൊരു പർട്ടിക്കുലർ സ്റ്റോർ ഉണ്ട്, അതാണ് ഈ മൈലോ ആപ്പ്. അതിനകത്ത് ഈ മൈലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പ്രഗ്നൻ്റ് ആയവർക്ക്, ഡെലിവറി കഴിഞ്ഞവർക്ക്, അമ്മമാർ, പിന്നെ കുട്ടികൾ, ഇത്രയും ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു മൈലോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിനകത്ത് ഉള്ളത്. അല്ലെങ്കിൽ ഈ മൈലോയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയുള്ളത്. അമ്മമാരെ ഉദ്ദേശിച്ചിട്ടും അമ്മയാകാൻ പോകുന്നവരും അമ്മയായിട്ടുള്ളവരും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും കുഞ്ഞുങ്ങൾക്കും, ഇത്രയും പേരെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും. അപ്പം മൊത്തത്തിൽ ഒരു മദർഹുഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവരുടെ പ്രൊഡക്റ്റുകൾ. എനിക്ക് കയറി നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഒരുപാട് ബേബി പ്രൊഡക്ട്സും നമുക്ക് വേണ്ടിയുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടുന്ന ഈ ഒരു ക്ലോത്ത് ഡയപ്പറും അതുപോലെ തന്നെ വൈപ്സും ഡിസ്പോസിബിൾ ഡയപ്പേഴ്സും ആയതുകൊണ്ട് അത് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പം ക്ലോത്ത് ഡയപ്പർ ഞാൻ വാങ്ങിയത് ഒരു ഓഫറിലാണ് വാങ്ങിയത്. അതായത് buy 2 get 1 ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറിലാണ്. അത് 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 1 ഫ്രീ ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് 399 സംതിങ് അങ്ങാണ്ടാണ് വരുന്നത്. ഞാൻ റേറ്റ് സ്ക്രീനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ അങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഇവരുടെ ആദ്യം തന്നെ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. ക്ലോത്ത് ഡയപ്പർ ഇവരുടെ പാക്കേജ്, ഓക്കെ, പാക്കേജിനെ കുറിച്ച് ആദ്യം പറയണം. ഞാൻ ഓർഡർ ചെയ്തിട്ടത് ഇങ്ങനെയൊരു ബോക്സിലായിട്ടാണ് സംഭവം വന്നിട്ടോ. ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇങ്ങനെയാണ്, ഒരു ബോക്സ്. നല്ല പാക്കേജൊക്കെയാണ്. ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ വൃത്തികേടാണെങ്കിലും ഞാൻ വൃത്തിയായിട്ട് ഓപ്പൺ ആക്കിയില്ല, അതിൻ്റെ പറ്റിയതാട്ടോ. അപ്പം എൻ്റെ കയ്യിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുമ്പം ഇങ്ങനെയൊരു സഞ്ചിക്കകത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊരു സഞ്ചിക്കകത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ഒരെണ്ണം ഇപ്പം എൻ്റെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഇപ്പോൾ ജോഡു ഇട്ട് ഉറങ്ങുവാണ്, അല്ലെങ്കിൽ അവൻ എണീറ്റിരിക്കുവാരെ ഞാൻ അവനെയും കൂടെ വെച്ച് ഞാൻ കാണിച്ചു തന്നെ. പക്ഷേ എൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ സൈഡ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഒരെണ്ണം ഇങ്ങനെയൊരു സംഭവമാണ്. ഒരെണ്ണം ഒരു റെയിൻബോ കളറാണ്. അതാണ് പറഞ്ഞാൽ അവനിട്ട് കിടക്കുവാണെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ
നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളി ഡിസൈൻസ്. നമ്മൾ ക്ലോത്ത് ഡയപ്പറൊക്കെ വാങ്ങുമ്പോൾ നല്ല ഡിസൈനുകൾ നോക്കിയിട്ടൊക്കെ നമ്മൾ വാങ്ങുള്ളൂ. കാരണം കുട്ടികൾ എന്തായാലും അത് ഇട്ട് നടക്കുന്നു, മറ്റുള്ളവർ അത് കാണുന്നു. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങത്തുള്ളൂ. എനിക്കിവരെ ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഈ ഒരു ക്ലോത്ത് ഡയപ്പറിനെ പറ്റി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ 2 നമുക്ക് ചൂസ് ചെയ്യാം. മൂന്നാമത്തെ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നല്ല എന്താ പറയുക, ഇതിൻ്റെ ഇവിടെ ഒരു വേസ്റ്റ് എന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല വീതിയിലാണ് സംഭവങ്ങൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളോട്ട് വരുമ്പം ഇവിടെ ഒരു ഇൻസേർട്ട് ഉണ്ട്, കണ്ടോ, ഈ ഒരു ഇൻസേർട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ പോളിസ്റ്റർ ആണ്, ഇതിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പോളിസ്റ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും പോളിസ്റ്റർ പോലെയാണ് സംഭവം ഉള്ളത് കേട്ടോ. പിന്നെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടണും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഫാബ്രിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇൻസേർട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഓപ്പണിലൂടെ നമ്മൾ ഉള്ളോട്ട് എത്തിക്കും. എന്നിട്ട് ഇവിടെ 2 സ്നാപ്പ് ബട്ടൺ ഉണ്ട്, കണ്ടോ, വേർ ഈസ് ദ സ്നാപ്പ് ബട്ടൺ. ഓക്കെ, ഇവിടെ 2 സ്നാപ്പ് ബട്ടൺ ഉണ്ട്. ഈ സ്നാപ്പ് ബട്ടണിൽ ഈ ഇൻസേർട്ടിൽ ഈ ബട്ടണും ഉണ്ട്. ഇത് നമ്മളിങ്ങനെ വെക്കും, കേട്ടോ, നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കുക. ഇൻസേർട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി സംഭവം താഴെ വരെ എത്തിക്കും. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇറക്കാൻ കുറച്ച് നമുക്ക് അത്ര ഈസി അല്ല. നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി കേട്ടോ. അപ്പം ഞാനത് ഇതിനകത്തോട്ട് ഞാനിപ്പം സംഭവം ഇതിനകത്തോട്ട് ഞാൻ ഇറക്കി, കണ്ടോ, ഇതിനകത്തോട്ട് ഞാൻ ഇറക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസേർട്ടിലോട്ട് ഈ സ്നാപ്പ് ബട്ടണിൽ നിങ്ങൾ കാണുന്നുണ്ടോ, സ്നാപ്പ് ബട്ടണിൽ നമ്മളിത് വെച്ചു. ഇതിൻ്റെ ഇവിടുന്ന് കവറിങ് വന്നിട്ട് നമ്മളിതിങ്ങനെ മൂടി വെച്ചു, കണ്ടോ. അപ്പം ഇതിപ്പോൾ എന്തായി, ഇതിനുള്ള സംഭവം കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വീതിയിൽ നമുക്കിങ്ങനെ വെക്കാനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ കാര്യങ്ങളുണ്ട്, കണ്ടോ. ഇങ്ങനെയാണ് ഈ സംഭവം നമ്മൾ ഫിറ്റ് ചെയ്യുക. ഞാൻ ജോഡിനെ കെട്ടിക്കൊടുക്കുന്നത് ഞാനൊന്ന് ക്ലിപ്പ് ഞാൻ സൈഡിൽ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ ഇതിൻ്റെ സ്നാപ്പ് ബട്ടൺ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഇതും സെയിം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോന്നിനും ഓരോ ഇൻസേർട്ടാണ്. അത് വെച്ചാൽ അവരുടെ സ്നാപ്പ് ബട്ടൺ മാച്ച് ചെയ്യണം. അപ്പം ഇപ്പം എനിക്ക് 3 ഉള്ളതിൽ ഇപ്പം ഇതിൻ്റെ ഇൻസേർട്ട് എടുത്തിട്ട് എനിക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, മിസ്മാച്ച് ആയി പോകും. ഓരോന്നിനും അതിൻ്റെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ടൈമിൽ ഒരു 3 to 5 p, ജോർഡനെ സംബന്ധിച്ച് 3 to 5 വരെയൊക്കെ പി ഇതിനകത്ത് പറ്റുന്നുണ്ട്. അപ്പം രാത്രി സമയത്ത് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഒരു റിവ്യൂ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജോർഡനെ സംബന്ധിച്ച് ഒരു 3 to 5 വരെ പി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിക്ക് എന്തായാലും നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ഡിസ്പോസിബിൾ ഡൈപ്പർ വെച്ച് കഴിഞ്ഞാൽ 6 hour ആകുമ്പോഴത്തേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അല്ലാണ്ട് അങ്ങ് രാത്രി തൊട്ട് രാവിലെ വരത്തേക്ക് 12 hours കണ്ടിന്യൂസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒന്ന് വെച്ചു അടുത്തത് നമ്മൾ മാറ്റി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി രാത്രി ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഡേ ടൈം കൺഫേം ആണ്. ഒരു 3 to 5 വരെ പി നമുക്കിതിനകത്ത് സംഭവം സെറ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇവരുടെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിയത് നമ്മുടെ മൈലോൻ്റെ തന്നെ ബേബി വൈപ്സ് ആണ്. അപ്പം ഈ വൈപ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ വൈപ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാൻ അങ്ങനെ ജോർഡിന് വേണ്ടിയിട്ട് വൈപ്സ് അധികം യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു എമർജൻസി അങ്ങനെ ഒഴിവാക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ ഞാൻ വൈപ്സൊക്കെ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു വൈപ്സ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യാസ് ഫസ്റ്റ് ഓർഗാനിക് കോക്കനട്ട് ഓയിൽ ആൻഡ് നീം ബേസ്ഡ് വൈപ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല പ്യുവർ ഫോമാണ്, നമ്മുടെ ഓർഗാനിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്താണ്, pH ബാലൻസ്ഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഗുഡ്നെസ് ഓഫ് അലോവേര ആൻഡ് വിറ്റമിൻ ഇ, പിന്നെ 98% പ്യുവർ വാട്ടർ ബേസ്ഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 98%ഓളം പ്യുവർ വാട്ടറാണ്. പിന്നെ 80 വൈപ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, പുറത്തോട്ടൊക്കെ പോയി വരുമ്പോഴത്തേക്കും എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ അത് ക്ലീൻ ചെയ്യണമെങ്കിലും എന്തെങ്കിലും മേക്കപ്പ് ഇട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെയാണ് വൈപ്സ് ഞാൻ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. ജോർഡിന് ഞാൻ അത്രയും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അവൻ്റെ കഴുത്തിനിടയിൽ ഇപ്പം എൻ്റെ കയ്യിൽ വൈപ്സ് ഉണ്ട്, അപ്പോൾ എൻ്റെ കഴുത്തിനിടയിലൊക്കെ ചെളികളും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചൂടല്ലേ വേർപ്പൊക്കെ ഇരുന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്.
അല്ലാതെ കൂടുതലും എനിക്കാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇത് കൈ കിട്ടിയതിന് ശേഷം സംഭവം എങ്ങനെയാണ് നിങ്ങളോട് വന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കും കുഞ്ഞാവയ്ക്ക് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്മെൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇതിന് അടപ്പുള്ള സംഭവമുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയത് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യും. ഈ സൈഡിൽ കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ വൈപ്സ് എടുക്കും. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്മെല്ലാണ്, ഒരു രക്ഷയില്ല, അത്രയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ നമ്മുടെ ചില വൈപ്സ് ഉണ്ട് നമ്മുടെ ഫേസിൽ നമ്മൾ വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വഴുവഴുപ്പൊക്കെ വരും. ഇത് അങ്ങനെയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കത് കഴുകി കളയാനും തോന്നത്തില്ല, പിന്നെ അത് കഴുകണം തോന്നില്ല, ആ സ്മെല്ല് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയും നല്ലൊരു വൈപ്സാണ്. അതുപോലെ തന്നെ ജോർഡന് ഞാൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങളോട് പറയേണ്ടോട് ഞാൻ പറയാം. ജോർഡൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പിന്നെ 2-3 ദിവസത്തോളം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർഡൻ ഉപയോഗിച്ചപ്പോൾ തന്നെ റാഷസ് വരുന്നതോ അങ്ങനെ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ അവൻ്റെ പ്രൈവറ്റ് ഏരിയയിലും കഴുത്തിലും ഒക്കെ ആയിട്ടാണ് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രശ്നവും അവന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും എന്താ പറയുക, ഇവർ പറഞ്ഞിരിക്കുന്ന ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സത്യമാണെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വൈപ്സ് കഴിഞ്ഞു. 80 വൈപ്സിൻ്റെ 3 ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 80 വൈപ്സിൻ്റെ 3 വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ഥിരം ഇതിൻ്റെ ഒരു ആരാധികയായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇവരുടെ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആണ്. ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ഓഫ് കോഴ്സ് നമുക്കറിയാം, നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ മൈലോൻ്റെ തന്നെയാണ്, അവരുടെ സെയിം ബ്രാൻഡ് തന്നെയാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോളാണ്, ഉണ്ടാവും, സ്മോൾ സൈസാണ് വാങ്ങിയത്. 4 to 8 kg ആണ് കേട്ടോ ഈ ഒരു സ്മോൾ സൈസിൽ വരുന്നത്. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ സൈസും വാങ്ങി, ഒരു മീഡിയം സൈസും വാങ്ങി. കാരണം ഈ 4 to 8 kg എന്ന് പറയുമ്പോൾ ജോഡു ഇപ്പം 8.5 kg ആണ്. അപ്പോൾ 4 to 8 kg എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ആവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു സെറ്റും വാങ്ങി, മീഡിയത്തിൻ്റെ ഒരെണ്ണം വാങ്ങി. പക്ഷേ കൈ കിട്ടിക്കഴിഞ്ഞപ്പം ഈ സ്മോൾ ആണ് അവന് കറക്റ്റ് കേട്ടോ, സ്മോൾ അവന് കറക്റ്റ് സൈസാണ്. 8.5 കൊണ്ട് നമ്മുടെ കയ്യിൽ ആൾ വളരെ ചെറുതായ ആളായതുകൊണ്ട് ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് 12 hours പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഇവർ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, പീഡിയാട്രീഷ്യൻ ടെസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 0% ഫ്രാഗ്രൻസ്, ലാറ്റക്സ്, ആൽക്കഹോൾ, പാരബൻസ്, ഹെവി മെറ്റൽസ് ആൻഡ് ഫ്തലൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് സേഫ്, റാഷ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. വിത്ത് അലോവേര ലോഷൻ, സോഫ്റ്റ് ആസ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ഡിസ്പോസിബിൾ വാങ്ങാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ഉണ്ടല്ലോ, ഇവിടുത്തെ ചൂട് കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പം അവൻ്റെ ബോഡിയിൽ സംതിങ് എന്തോ ഒരു ആവിക്കുന്ന പോലെയോ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു. ചില സമയത്ത് ഞാനിങ്ങനെ അതിങ്ങനെ അപ്പി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ നേരത്ത് ഒരു ഭയങ്കര ചൂട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നൊക്കെ ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഇവനാണെങ്കിൽ തന്നെ അവൻ്റെ ചുജിയാണെങ്കിൽ തന്നെ അവൻ ഇച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടും വന്നു. കാരണം അവന് ചില സമയത്ത് അവിടെ ഇങ്ങനെ ചൊറിയുന്ന പോലെ, അവർക്ക് ചൊറിയാൻ അറിയത്തില്ല, അപ്പോൾ ഇങ്ങനെ എന്തോ സംതിങ് അവിടെ ഈ സ്കിന്നിൽ എന്തോ ഒരു സംഭവം കാണിക്കുന്ന പോലെ, ഇറിറ്റേഷൻ എന്തോ ഉള്ളത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ പിന്നെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങാം, കുറച്ചും കൂടെ കെയർ ആയിട്ടുള്ളത്. ഇപ്പം ഒന്നും കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്ത നമ്മൾ ഓർഗാനിക് എന്ന് പറഞ്ഞ ഐറ്റംസും പറഞ്ഞ് വാങ്ങുമല്ലോ എന്ന് ആ സംഭവം തന്നെയാണിത്. അപ്പം ഇത് പിന്നെ സോഫ്റ്റ് ആസ് കോട്ടൺ പോലെ സോഫ്റ്റ് ആണെന്നൊക്കെ ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് എന്നാൽ ഇതിന് ട്രൈ ചെയ്യാമെന്ന് കരുതിക്കൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. അപ്പം ഇത് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ, കാണിച്ചു തരാം. ഇത് 499 ആണ് ഇതിൻ്റെ റേറ്റ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് 42 പാൻ്റ് ആണ്, ടൈപ്പ് അല്ല, 42 പാൻ്റ് ടൈപ്പ് 42 കൗണ്ടിന് എന്താണ് 499 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഡയപ്പർ എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ, വളരെ തിന്നാണ്. ഓക്കെ, ഡിസ്പോസിബിൾ ഡയപ്പറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് എന്നൊക്കെ ഉള്ളത് അവർ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ, പിന്നെ ഡിസൈനിലും കാര്യങ്ങളൊന്നും അല്ല, നമുക്കതിൻ്റെ റിസൾട്ടിനാണ് നമുക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ജോഡൂന് ഇത് കറക്റ്റാണ്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല പോലെ ഈ ഒരു നല്ല പോലെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കാലിൽ എവിടെയാണ് ഇതിന് ടൈറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, അതുപോലെ തന്നെ ലീക്കും ഇല്ല സംഭവത്തിന്, ഒട്ടും തന്നെ ലീക്ക്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ലീക്കും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന നല്ല തിന്നാണ്. ചില ഡയപ്പേഴ്സൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും, ഇത് വളരെ തിന്നാണ്. അപ്പോൾ ഫില്ലായി കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും കൊച്ചുങ്ങളൊരു ലോഡ് വഹിച്ചുകൊണ്ട് നടക്കുന്ന പോലെയൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ജോഡുവിൻ്റെ ചില ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഞാൻ വാങ്ങിയിട്ട് അതങ്ങ് നിറച്ച് ഫില്ലായി കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കാരണം തന്നെ അങ്ങോട്ടേക്ക് ഊരിപ്പോവുക. സൈസ് പിന്നെ കുറച്ച് ലൂസും കൂടി ആയിരുന്നു, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല, അത് ഫിറ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പം കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പം ഇങ്ങനെയാണ്
ഇത് 12 hours അബ്സോർബ് ചെയ്യും കേട്ടോ സംഭവം. അപ്പം പക്ഷെ നമ്മൾ ഡേ ടൈമിൽ രാത്രിക്ക് ഇപ്പം ഞാൻ എന്താ പറയുക 12 hours അബ്സോർബ് ചെയ്യുമെന്ന് ഞാൻ തന്നെ പറയാൻ കാരണം ഇപ്പോൾ രാത്രിക്ക് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രാത്രിക്ക് കാരണം ഒരു 10 മണിക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്തുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഞാൻ ഓർക്കാൻ വെച്ചത് പോലും ഇത് ലീക്കും ആയിട്ടുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതുപോലെ 12 hours അബ്സോർബൻസി എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ്. ഞാൻ രാത്രി 10 മണിക്കൊക്കെ വെച്ചിട്ട് ഞാൻ രാവിലെ 8 മണിക്കൊക്കെ എണീക്കാൻ നേരത്തെ നോക്കുമ്പോഴും സംഭവം ലീക്കൊന്നായിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പം ചില സമയങ്ങളാട്ടോ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവാറില്ല, കാരണം രാത്രി കേട്ട് പാല കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് ഉറങ്ങിപ്പോവുമല്ലോ. അപ്പം അതാണ് സംഭവം. അപ്പം ഈ പറയുന്ന പോലെ ഈ ആവിക്കുന്ന ഒരു ചൂട് സംഭവം ഇതിനകത്ത് ഇറങ്ങി വരുന്നുമില്ല. ഇവർ ഈ പറയുന്ന പോലെയൊക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല കുട്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ അവനാണെങ്കിൽ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ മൈലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് ഇത്രയും നാളും ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ മൈലോ ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തപ്പി നോക്കട്ടെ, ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ പ്രൊഡക്റ്റ് ലിങ്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ഞാൻ ഇട്ട് വെച്ചേക്കാം കേട്ടോ. വൺസ് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിങ്ങനെ ഉപയോഗിച്ച് ബ്രാൻഡ് തന്നെ പിന്നെയും ഉപയോഗിക്കാണ്ട് പല ബ്രാൻഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവരുടെ പ്രൈസ് ആണെങ്കിൽ തന്നെ അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഒരുപാട് ബേബി പ്രൊഡക്ട്സ് വാങ്ങുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് നല്ല ഓഫറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു 42 പാൻറ്റ് ടൈപ്പ് ഡയപ്പറിന് 499 എന്ന് പറയുമ്പം നല്ലൊരു അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു മൈലോ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ മൈലോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും അത് ഉപകാരപ്പെടും. കാരണം എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ലല്ലോ, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ വന്നൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഉപകാരമാകും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.